ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിഷമിച്ചുപോയി. കാരണം തൻ്റെ ഉമ്മ മരണപ്പെട്ട് കിടക്കുകയാണ്. ഖബറടക്കാൻ സഹായിക്കാൻ ആരുമില്ല. പർവ്വതത്തിനു മുകളിൽ പതിയിരിക്കുന്ന അപകടങ്ങളെപ്പറ്റി ആലോചിച്ച് ജനങ്ങൾ പിന്മാറുകയാണ്. ആ വിഷമഘട്ടത്തിലാണ് അള്ളാഹുവിൻ്റെ സഹായം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സവിധത്തിലേക്ക് വരുന്നത്. അതാ രണ്ട് പുരുഷരൂപികളായ രണ്ട് മലക്കുകൾ കടന്നു വരികയാണ്. അവരെ കണ്ടപ്പോൾ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ആരാണെന്ന് ആരാഞ്ഞപ്പോൾ അവർ സ്വയം പരിചയപ്പെടുത്തി. ഞങ്ങൾ മലക്കുകളാണ്. ഞാനാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നോടൊപ്പമുള്ളത് മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഞങ്ങൾ നിങ്ങളുടെ മാതാവിനു വേണ്ടി ഖബർ കുഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖബർ സൗകര്യപ്പെടുത്താൻ തുടങ്ങി. സാധാരണക്കാരായ ജനങ്ങൾക്ക് മലക്കുകൾ ദൃശ്യമാവുകയില്ല. അവരുടെ നയനങ്ങൾക്ക് മലക്കുകൾ ഗോചരീഭവിക്കുകയില്ല. മലക്കുകളെ കാണാൻ പറ്റാതെ ജനങ്ങൾ ആശ്ചര്യപ്പെടുകയാണ്. ആരാണ് ഖബർ കുഴിക്കുന്നത്? ഷഹീദിൻ്റെ അല്ലാത്തവരുടേത് മയ്യിത്ത് കുളിപ്പിക്കണമല്ലോ. ഷഹീദിൻ്റെ മയ്യിത്താണ് രക്തക്കറയോടുകൂടി അടക്കം ചെയ്യേണ്ടത്. എന്നാൽ മറിയം ബീവി റളിയല്ലാഹു അൻഹ അവരുടെ മയ്യിത്ത് കുളിപ്പിക്കുന്നത് സ്വർഗീയ നാരികളാണ്, ഹൂറുൽ ഐനുകളായ സ്ത്രീകളാണ്. അവർ മയ്യിത്തിനെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും ചെയ്തു. എന്നിട്ടതാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും മയ്യിത്ത് നിസ്കരിക്കുകയാണ്.